നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന വാശിയിൽ നിന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM പിന്മാറിയതാണ്. പിന്നീട് പല തീർത്ഥാടന കാലങ്ങൾ ഉണ്ടായെങ്കിലും 2018 അബദ്ധം കാണിക്കാൻ ഒരുങ്ങിയില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും യുവതീ പ്രവേശനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിലും ടേൺ വരുന്നു. ഇതുവരെ നവോത്ഥാനത്തിന് വേണ്ടി വാതോരാതെ വാദിച്ചവർ പറഞ്ഞതും ചെയ്തതും ഒക്കെ മാറ്റി വിശ്വാസികളുടെ പക്ഷം ചേരുന്നു. വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഇതിനെതിരായി RSSും സംഘപരിവാര വിഭാഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സംശയവും വേണ്ട. വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഗമം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയതിലുള്ള കാരണം വിശകലനം ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു പ്രധാന വസ്തുത ശബരിമല പ്രക്ഷോഭമാണ്. അയ്യപ്പ ഭക്തരെ കണക്കിലെടുക്കാതെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തിന് എതിരെ നിലപാടെടുത്തത് കനത്ത തിരിച്ചടിയായെന്ന് പിണറായി സർക്കാരിന് ബോധ്യമായി. അതുവരെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനും സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കാനും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ക്രമസമാധാനം തകർന്നിട്ട് പോലും നടത്തിയ ഇടപെടലുകൾ പൊടുന്നനെ നിർത്തിവെച്ചു. സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി വന്നപ്പോൾ പക്ഷേ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും യുവതീ പ്രവേശനം അനുകൂലിക്കുന്ന സത്യവാങ്മൂലം തിരുത്തിയില്ല. എങ്കിലും രാഷ്ട്രീയമായി യുവതീ പ്രവേശനത്തിന് വേണ്ടി വാശി പിടിച്ചതുമില്ല. 2019 മുതലുള്ള മണ്ഡല മകരവിളക്ക് കാലം അങ്ങനെ തടസ്സമില്ലാതെ കടന്നുപോയി. ശബരിമല പ്രക്ഷോഭം മുതൽ BJP വോട്ടുകളിൽ ഉണ്ടാവുന്ന വർധനവ് കൂടി തിരിച്ചറിഞ്ഞായിരുന്നു ഇത്. പരസ്യമായ ഒരു നിലപാടിലേക്ക് പോകാനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ. അതിനായി അയ്യപ്പ സംഗമവും അതോടൊപ്പം നിയമപരമായും ഞങ്ങൾ അയ്യപ്പന്മാർക്കും ശബരിമലയിലെ വിശ്വാസത്തിനും ഒപ്പമാണെന്ന് വിളിച്ചു പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനുള്ള ടേൺ. അതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊണ്ട് ശബരിമല യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തിക്കാൻ പോകുന്നു എന്ന സൂചന നൽകിച്ചത്. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ദേവസ്വം ബോർഡ് പരിശ്രമിച്ചു. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് തീരുമാനിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം വികസനത്തിന്റേതാണ്. മറ്റേ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ കയറി ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, സബ്ജുഡീസായി മാറും. അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയില്ല. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. അത് വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പിന്നീട് സർക്കാർ നിലപാടെന്താണെന്ന് കോടതി പറയുന്നതനുസരിച്ച് സത്യവാങ്മൂലം കൊടുക്കാൻ പറയാം. അപ്പോൾ കൂടി ആലോചിച്ച് ആ കാര്യത്തിൽ പറയും. വൈകിയാണെങ്കിലും അയ്യപ്പ വിശ്വാസികൾക്കൊപ്പം നിയമവഴിയിലും സർക്കാർ ചേരുകയാണെങ്കിൽ മറുപടി നൽകേണ്ട ഒട്ടേറെ വിഷയങ്ങളാണ് ബാക്കിയുള്ളത്. 2018 സ്വീകരിച്ച നിലപാട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നാണ്. റിവ്യൂ ഹർജിക്ക് പോകാൻ പോലും നിയമ തടസ്സമുണ്ടെന്നായിരുന്നു നിലപാട്. ജല്ലിക്കെട്ട് മോഡലിൽ നിയമം നിർമ്മിക്കാനുള്ള ആവശ്യം പോലും അംഗീകരിച്ചില്ല. ഒടുവിൽ റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ വന്നപ്പോഴും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു. ഇപ്പോൾ ഇതെല്ലാം തെറ്റായിപ്പോയെന്ന് തുറന്നു പറയുമോ? നിയമപരമായി വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ അവസരമുണ്ടായിട്ടും വിനിയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? 2018 മണ്ഡല മകരവിളക്ക് കാലം വിശ്വാസികൾക്ക് മനോവേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ക്രമസമാധാന പ്രശ്നമാക്കി വളർത്തിയത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയേ തീരൂ എന്ന സർക്കാരിന്റെ വാശിയാണ്. അത് തെറ്റായി പോയെന്ന തിരിച്ചറിവാണോ ഇപ്പോൾ ഉള്ളത്? CPM അന്നും ഇന്നും ഒരേ നിലപാടാണുള്ളത്. ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല.
CPI സ്ത്രീകളെ പ്രവേശനം എന്നുള്ളത് മാത്രമായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തെന്തിനാ? നിങ്ങൾക്ക് ആ ചോദിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ വിവാദത്തിന് വഴിക്കട്ടെ. ഞങ്ങൾ ആ വിവാദത്തിനില്ല. ഞങ്ങളത് വീണ്ടും കുത്തിപ്പൊക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾ അങ്ങനെ പച്ചേ പറയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിലൊന്നും ഞങ്ങൾക്ക് വേറൊരു വ്യത്യസ്തമല്ല. അന്നും ഇന്നും ഒരേ നിലപാടാണ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിനെയാണ് തുടരുന്നത്. അത് ഒരു കാരണവശാലും വിശ്വാസികൾക്കെതിരല്ല. വിശ്വാസികളുടെ നിലപാട് സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് പാർട്ടി ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തലും ആചാരാനുഷ്ഠാനങ്ങളിലെ പരിഷ്കാരങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് നയിക്കുമെന്നായിരുന്നല്ലോ അന്നത്തെ നിലപാട്. മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നിലപാട്. നവോത്ഥാന വനിതാ മതിലും തീർത്തു. അതെല്ലാം മറന്നോ ഇപ്പോൾ? അതെല്ലാം തെറ്റായിരുന്നു. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ലെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. സുപ്രീം കോടതി വിധിക്ക് ശേഷം വനിതാ മതിലുണ്ടാക്കി സ്ത്രീ പുരുഷ സമത്വം ഉറപ്പിച്ചതുമാണ്. ഇതെല്ലാം തിരുത്തുകയാണെന്ന് പരസ്യമായി പറയുമോ? അന്ന് വനിതാ മതിലുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ? അതിനെക്കുറിച്ച്, ആ വനിതാ മതിലിനെ കുറിച്ചൊക്കെ എന്താ സർക്കാരിന് പറയാനുള്ളത്? സർക്കാരിന്റെ പണം ഉപയോഗിച്ചാണ് അത് ചെയ്തത്. സർക്കാരിന്റെ പണം ഉപയോഗിച്ച് വനിതാ മതിൽ കെട്ടിപ്പടുത്തിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് ആ മതിൽ നടത്തിയത് തെറ്റായിരുന്നോ? പറയട്ടെ. ഇപ്പോൾ പറയേണ്ട സമയം ഇതാണ്. കേസുകൾ പിൻവലിക്കുന്നുണ്ടോ? എത്രയോ കേസുകളാണ്. എത്രയോ ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. എത്രയോ ആളുകൾ മർദ്ദനമേറ്റ് അംഗവൈകല്യം സംഭവിച്ച് ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജീവൻ ബലി കൊടുത്തവരുണ്ട്. വീരമൃത്യു വരിച്ചവർ, അവരുടെ കുടുംബങ്ങൾ വല്ല നഷ്ടപരിഹാരം കൊടുത്തോ? ഈ കേസുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിരപരാധികളായിട്ടുള്ള അവർക്കെതിരെയാണ് കേസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഏകപക്ഷീയമായി ഇവിടെ ഇപ്പോൾ ഒരു അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ പുറപ്പെട്ടിരിക്കുകയാണ്. അതിലാണ് സംശയം. ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല. അതാണ് സുപ്രീം കോടതിയിൽ ഇവർ നൽകിയിട്ടുള്ള അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിന് ഇതുവരെ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ആ നിലപാടിൽ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകാത്തത്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് ഇപ്പോഴും അതാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം ഈ പറയുന്നത് പോലെ ആത്മാർത്ഥമാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത്. വിശ്വാസികളുമായല്ല ഏറ്റുമുട്ടുന്നത്, മറിച്ച് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയാണ് എതിർക്കുന്നത് എന്നായിരുന്നല്ലോ BJPക്കും സംഘപരിവാറിനും കോൺഗ്രസിനും എതിരായ ശബരിമല വിഷയത്തിലെ നിലപാട്. യുവതീ പ്രവേശനത്തെ എതിർത്ത് ഇനി നിലപാട് മാറ്റുമ്പോൾ അന്ന് സംഘർഷമുണ്ടാക്കിയവർ പറഞ്ഞതിനെ അംഗീകരിക്കലാവുകയല്ലേ? അതല്ലാതെ പിന്നെ മറ്റെന്താണ്? ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നിട്ടും അത് നടപ്പിലാക്കാൻ ബാധ്യതയുണ്ടെന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? മറിച്ച് ശബരിമല വിധിയിൽ മാത്രം കടുംപിടുത്തം. ആ വാശി തെറ്റായിപ്പോയെന്ന് സമ്മതിക്കുന്നു. ശബരിമല പ്രക്ഷോഭത്തെ സുവർണ അവസരമായി കണ്ടവർക്ക് വഴിയൊരുക്കിയതിലും അതിലൂടെ അവർക്കുണ്ടായ നേട്ടത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ശബരിമലയുടെ പൗത്രത കളയാതെ, അത് ഒരു രാഷ്ട്രീയ ചർച്ചയും വിവാദം സൃഷ്ടിക്കാതെ അതിന്റെ പൗത്രതയെ സൂക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലും അവർ ശബരിമലയെ അതിന്റെ പൗത്രത സൂക്ഷിക്കാൻ അഭിപ്രായ സമന്വയത്തോടുകൂടി മുമ്പോട്ട് പോകണം. അതിന് പിണറായി ഗവൺമെന്റ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ വെട്ടുക, വേറ്റുള്ളത് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. ഒരു വിവാദ ഭൂമി ആക്കരുത്. ഒരു ജനം ഇത് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടും ഈ സംഗമത്തെയും സ്വീകരിച്ചു കഴിഞ്ഞു, ശബരിമലയും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിന് നിൽക്കുന്നവൻ മഴവെള്ളച്ചാട്ടത്തിനെതിരെ പഴമറവും കൊണ്ട് നടക്കുന്ന പോലെ. NSSും SNDPയും അയ്യപ്പ സംഗമത്തിന് ക്ഷണം സ്വീകരിച്ചത് സർക്കാരിന് നേട്ടമാണ്. വിശ്വാസം സംരക്ഷിക്കുമെന്ന ഉറപ്പിലാണ് 2 സംഘടനകളും സഹകരിക്കാൻ തീരുമാനിച്ചത്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്താൻ നിയമോപദേശം തേടിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചത് 2 ഹൈന്ദവ സംഘടനകളുടെയും സഹകരണവുമായി ചേർത്ത് വായിക്കാം. നവോത്ഥാന വനിതാ മതിലിന് ഒപ്പം അണിചേർന്ന പലർക്കും സർക്കാരിന്റെ നിലപാട് മാറ്റത്തിൽ പ്രതിഷേധമുണ്ട്. KPMS ഇക്കാര്യം തുറന്നു പറഞ്ഞു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ മുൻ കൺവീനർ പുന്നല ശ്രീകുമാർ സർക്കാർ ചെയ്യുന്നത് മണ്ടത്തരമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച് അയ്യപ്പ സംഗമത്തിൽ ചേർക്കാനുള്ള തന്ത്രത്തിൽ പക്ഷേ UDF വീണില്ല.
തന്ത്രപരമായ അകലം പാലിച്ചത് 2 ചോദ്യങ്ങൾ ചോദിച്ചാണ്. ഒന്ന്, യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം പിൻവലിക്കുമെന്ന് പരസ്യമായി പറയുമോ? 2, ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കുമോ? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? രണ്ടാമത്, അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സദസ്സുമായി യോജിപ്പിക്കാൻ പറ്റില്ല. വിശ്വാസികളും പുരോഗമനക്കാരും എന്ന രീതിയിൽ ശബരിമല വിധിക്ക് ശേഷം 2 പക്ഷത്തായി നിന്ന് വാഗ്വാദം നടത്തിയവരിൽ നിന്ന് സർക്കാരും വിശ്വാസിപക്ഷം ചേരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ അത് സർക്കാരിനെതിരായ അവിശ്വാസമാവുകയാണ്. അതിന് കാരണം മറച്ചുപിടിക്കലാണ്. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണെന്ന നിലപാടിന് വിശ്വാസ്യത കിട്ടണമെങ്കിൽ ദേവസ്വം ബോർഡും സർക്കാരും യുവതീ പ്രവേശനത്തെ എതിർക്കുന്നുവെന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ നിലപാടിലേക്ക് പോകുന്നുണ്ടോ എന്ന് തുറന്നു പറയണം. അതല്ലാതെ അർദ്ധവിരാമത്തിൽ നിർത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തിയും അയ്യപ്പ സംഗമം നടത്തിയും അല്ല വിശ്വാസ്യത തെളിയിക്കേണ്ടത്. ഒരേ സമയം വിശ്വാസികൾക്കൊപ്പമെന്നും ലിംഗസമത്വത്തിനൊപ്പമെന്നും ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ കഴിയില്ല. ഒന്നിൽ ഉറച്ചു നിൽക്കണം. ദേവസ്വം മന്ത്രി VN വാസവനും സർക്കാർ നിലപാട് തിരുത്തുമോ ഇല്ലയോ എന്ന് തുറന്നു പറയുന്നില്ല. കോടതിയിൽ വരുമ്പോൾ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, വനിതാ മതിലും നവോത്ഥാനവും ലിംഗസമത്വവും ഒന്നും ഇനി ഉച്ചത്തിൽ പറയില്ല. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ല എന്നും വീമ്പടിക്കില്ല. മറിച്ച് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് 2 വള്ളത്തിൽ നിൽക്കും. എല്ലാം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് മറക്കാവുന്നതല്ല ശബരിമല വിഷയത്തിൽ സർക്കാരും LDFും കാട്ടിക്കൂട്ടിയത്. 2019 മുതൽ നിലപാടിൽ മാറ്റം വരുത്തിയെന്ന സൂചന കിട്ടിയിരുന്നെങ്കിലും ഇപ്പോഴാണ് ആചാരാനുഷ്ഠാനത്തിൽ മാറ്റം വരുത്താതെയുള്ള സത്യവാങ്മൂലം നൽകുമെന്ന് പറയുന്നത്. അതായത് ഇരട്ടത്താപ്പിൽ നിന്ന് മാറി വ്യക്തമായ നിലപാടിലേക്ക് വരുന്നു. ആർത്തവത്തിൽ നിന്ന് റെഡി ടു വെയിറ്റിലേക്കുള്ള നിലപാട് മാറ്റം. എല്ലാം വോട്ടുറപ്പിക്കാൻ.